നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടോ ഇവന്റെ അഹങ്കാരം കണ്ടോ? അണ്ണൻ വെറുതെ ഇയാളെ ഒന്നും പറയണ്ട. ഇയാൾ അതിലൊന്നും ഇടപെട്ടിട്ടില്ല. പിന്നെ പുതുതായിട്ട് വന്ന സർവന്റിന് നന്നായി പണി അറിയാം. നല്ല കൈപുണ്യാ. ഓഹോ, എന്നിട്ട് എവിടെയോള്? വിളിക്കവളെ. എന്തിന്? ഇത്രയും കൈപുണ്യമുള്ള അവളെ എനിക്കൊന്ന് കാണണ്ടേ? വിളിക്കേ, വേഗം വിളിക്കേ. ദാക്ഷായണി, ദാക്ഷായണി. ഇതാണ് പുതിയ വേലക്കാരി ദാക്ഷായണി. നമ്മൾ തമ്മിൽ മുമ്പ് എവിടെയോ? ഇല്ല, കണ്ടിട്ടില്ല. അതെ, അതിന് സാധ്യതയൊന്നുമില്ല. അത് നിനക്ക് എങ്ങനെ അറിയാം? ദാക്ഷായണി ഇവിടെ എങ്ങുള്ള ആളല്ലല്ലോ. അങ്ങ് തിരിച്ചിന്ന് ഞാൻ കൊണ്ടുവന്നല്ലേ. തൃച്ചിന്നോ? ആ, തൃച്ചിയിലെവിടെ? തിരുച്ചി ജംഗ്ഷനില്. ജംഗ്ഷനിലോ? ആ, എന്താ തിരുച്ചിയില് ജംഗ്ഷൻ ഒന്നും ഇല്ലേ? എന്നാലും നമ്മൾ മുമ്പ് എവിടെയോ. മച്ചമ്പി എപ്പോ വന്നു? ഇപ്പൊ എത്തിയതേ ഉള്ളൂ. അല്ല, എന്താ ഉച്ചത്തില് ബഹളവും സംസാരമൊക്കെ കേട്ടത്? ഏയ്, ഒന്നുമില്ല. ഞാൻ തങ്കച്ചിയോട് ചില വിശേഷങ്ങൾ ചോദിക്കുമായിരുന്നു. ഓ, വാ മച്ചമ്പി വന്നേ. വാ മച്ചമ്പി. നിങ്ങൾ ഇതൊന്നും കാര്യാക്കണ്ട. അണ്ണന് കുറച്ച് ബഹളം ഉണ്ടെന്നേ ഉള്ളൂ. ആള് പാവാ. ചെട്ടിയാർ വീടിനോടുള്ള ആത്മാർത്ഥത കൂടുതലുകൊണ്ടാ ഈ കോലാഹലമൊക്കെ. നിങ്ങൾ ചെന്ന് നിങ്ങളുടെ പണി നോക്ക്. ദാക്ഷായണി വാ. എന്നാലും മച്ചമ്പി ഇങ്ങനെ കണ്ണു അടച്ച് ആരെയും വിശ്വസിക്കരുത്. ആരാ എന്താ എന്നൊന്നും അറിയാതെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാന്ന് വെച്ചാൽ. ആരാ എന്താന്നൊക്കെ അറിയാവുന്നവര് ഇവിടെ കാട്ടിക്കൂട്ടിയതൊക്കെ മച്ചമ്പിക്ക് അറിയാവുന്നതല്ലേ. മുത്തുമാരൻ മച്ചമ്പിയുടെ മോനായതുകൊണ്ട് മാത്രമാ അവനെ ഞാൻ പോലീസിൽ ഏൽപ്പിക്കാതെ വെറുതെ വിട്ടത്. മച്ചമ്പി ഇതുവരെ അത് വിട്ടില്ലേ? ബുദ്ധി ഉറയ്ക്കാത്ത ചെറുക്കൻ എന്തോ കോമഡി കാണിച്ചെന്ന് വിചാരിച്ച്. അത് ട്രാജഡി ആയിരുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ മച്ചമ്പി. വേലക്കാരിയുടെ കാര്യം പോട്ടെ, എന്നാലും ആ തോട്ടക്കാരൻ ചെറുക്കനെ പിടിച്ച് മച്ചമ്പി എന്ത് ധൈര്യത്തിലാ മാനേജരാക്കിയത്? ആ പണി മുത്തുമാരനല്ലേ മുമ്പ് ചെയ്തോണ്ടിരുന്നത്? എന്ന് മച്ചമ്പയോട് ആരാ പറഞ്ഞേ? അവൻ പറഞ്ഞോ? പറഞ്ഞാൽ അവന്റെ മൂക്കിടിച്ചേനെ ഇഞ്ചപ്പരവാക്കും. അവനിവിടെ ഒരു പണിയും ചെയ്യാതെ സുഖമായി ഉണ്ടുറങ്ങി ജീവിക്കുകയായിരുന്നു. അത് പിന്നെ എനിക്കറിയില്ലേ. എന്ത്? അല്ല, മച്ചമ്പിക്ക് അവനോടുള്ള സ്നേഹം കൊണ്ട് ഒരു പണിയും ചെയ്യിപ്പിക്കില്ലെന്ന്. സ്നേഹം കൊണ്ടല്ല, അവന് ഒരു പണിയും അറിയാത്തോണ്ടാ. മച്ചമ്പി ഇങ്ങനെ തമാശ പറയാതെ. അല്ല മച്ചമ്പി, ഞാൻ ആലോചിക്കുകയായിരുന്നു, ആ പുതിയ വേലക്കാരിയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. എത്ര ആലോചിച്ചിട്ടും എവിടുന്നാന്നൊരു പിടിയും കിട്ടുന്നില്ല. ഒരാളെ പോലെ ലോകത്ത് 9 പേരില്ല മച്ചമ്പി. മച്ചമ്പി കണ്ടത് ആ 9 ആരെങ്കിലും ആവും. ഒരിക്കലുമല്ല, ഞാൻ കണ്ടത് അവളെ തന്നെ. ആ മുഖം കണ്ടാലറിയാം അവള് ശരിപ്പുള്ളി അല്ലാന്ന്. മച്ചമ്മയുടെ കണ്ണില് ഇന്നേ വരെ ആരെങ്കിലും ശരിപ്പുള്ളി ആയിട്ടുണ്ടോ? മഞ്ഞപ്പിത്തം ബാധിച്ചാല് എല്ലാം മഞ്ഞയായിട്ട് തോന്നും. എനിക്ക് മഞ്ഞപ്പിത്തൊന്നുമില്ല. എന്തിന്? കൊറോണ പോലും എന്റെ 7 അയലക്കത്തൂടെ പോയിട്ടില്ല. അവർക്കൊക്കെ സ്വന്തം നിലനിൽപ്പ് നോക്കണ്ട എന്റെ മച്ചമ്പി. എന്നാലും ഞാൻ ആ വേലക്കാരിയെ. അതെ, ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരു തവണയല്ല, പലതവണ.
ഈ കടമ്പാവനം കാർത്തികേയൻ സുനീഷിന്റെ അച്ഛൻ ജയപാലന്റെ അടുത്ത കൂട്ടുകാരനാ. അവരൊന്നിച്ച് പലതവണ പണ്ട് വീട്ടിൽ വന്നിട്ടുണ്ട്. അയാൾ എന്നെ ഏത് നിമിഷം ഓർത്തെടുക്കും മോളെ. അങ്ങനെ സംഭവിച്ച അതോടെ തീർന്നു എല്ലാം. അങ്ങനെയൊന്നും സംഭവിക്കില്ല അമ്മ, പേടിക്കാതെ. പേടിക്കാതെ പറ്റുമോ മോളെ? ആ ചെട്ടിയാരെന്നെ ഇവിടിട്ട് കൊന്നാലും ആരും ചോദിക്കാനില്ല. ഒന്നിനും ഒരു തെളിവുണ്ടാവില്ല. എനിക്കെന്തേലും സംഭവിച്ച നീയും സുനീഷ് ഇവിടുന്ന് രക്ഷപ്പെടണം. അമ്മേ, നിങ്ങൾക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായ അമ്മ വന്നത്. അമ്മേ, എന്താ മച്ചമ്മ ഇത്? എത്ര പറഞ്ഞാലും മച്ചമ്മയ്ക്കെന്താ മനസ്സിലാവാത്ത? ഞാനൊരു കാര്യം തീരുമാനിച്ചാല് അതിൽ മാറ്റമില്ല. മുത്തുമാരനെ തിരിച്ചെടുക്കുന്നത് ഒഴികെ മറ്റെന്തും മച്ചമ്മയ്ക്ക് എന്നോട് പറയാം. ശരി, അവനെ മാനേജരായിട്ട് തിരിച്ചെടുക്കണ്ട. മച്ചമ്പിക്ക് അവനെ മരുമകനായി തിരിച്ചെടുത്തുകൂടെ? നീ ഇത് കേട്ടില്ലേ റുക്കു? മച്ചമ്പിയുടെ ഓരോ ഫലിതങ്ങളെ. മച്ചമ്പി പറയാ ആ കള്ളൻ മുത്തുമാരനെ നമ്മുടെ മരുമോനാക്കി കൂടെയെന്ന്. മച്ചമ്പിക്ക് അവനെ ഇഷ്ടമല്ലെങ്കിൽ അത് പറഞ്ഞാ മതി. വെറുതെ അവനെ കള്ളൻ വിളിച്ച് ആക്ഷേപിക്കണ്ട. കള്ളനെ പിന്നെ എന്താ വിളിക്കണ്ടേ? ഹരിചന്ദ്രനോ? എന്നാലും മച്ചമ്പിക്ക് എങ്ങനെ ധൈര്യം വന്നു എന്റെ മുഖത്ത് നോക്കി ഈ കല്യാണാലോചന നടത്താൻ? അവനും അവളും തമ്മിൽ ചേർച്ചയുണ്ടെന്ന് ശത്രുക്കൾ പോലും പറയോ? സ്വപ്നങ്ങൾക്കുമില്ല മച്ചമ്പി ഒരു പരിധി. തങ്കച്ചി, ഞാൻ ഇറങ്ങുക. നിന്റെ മുഖം തെറുക്കു വാടിയത്? ഞാൻ നിന്റെ അണ്ണനോട് പറഞ്ഞത് കടുത്തുപോയോ? ഏയ്, പറഞ്ഞു നന്നായി. വെറുതെ ഇനി ഈ കാര്യം പറഞ്ഞ് അണ്ണൻ നടക്കില്ലല്ലോ. അതെ, പറയാനുള്ളത് മുഖത്ത് നോക്കി പറഞ്ഞാല് ആദ്യം ഒരു നീരസൊക്കെ തോന്നുമെങ്കിലും ആജീവനാന്ത ശത്രുത ഒഴിവാക്കാം.